ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ സോപ്പ് ബേസ് ഒന്നും യൂസ് ചെയ്യാതെ നല്ല ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു സോപ്പ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വീട്ടിലിരുന്നിട്ട് വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ഇതുപോലെ ഒരു സോപ്പിൻ്റെ കിറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സോപ്പ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് വാങ്ങിക്കുന്നതിൻ്റെ പകുതി റേറ്റ് പോലും വേണ്ട കേട്ടോ നമുക്ക് ഈ ഒരു കിറ്റ് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആ ഒരു സോപ്പ് റെഡിയാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഫ്രാഗ്രൻസും അതിലേക്ക് ആഡ് ചെയ്യാനുള്ള കളറും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കളറല്ല ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാനിതിന് പകരമായിട്ട് ഗ്രീൻ കളറിലുള്ള ലിക്വിഡ് കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഇതിലേക്ക് പൗഡർ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ലിക്വിഡ് കളർ വെച്ചിട്ട് ചെറിയൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയതാണ് കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളതും കൂടെ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ 1/2 ലിറ്റർ വെള്ളം ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സോപ്പൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളൊന്നും യൂസ് ചെയ്യരുത്, സ്റ്റീൽ പാത്രങ്ങൾ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചധികം വലിയ പീസുകളായിട്ടുള്ള ഈ ഒരു പാക്കറ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കാണുമ്പോൾ നമുക്ക് ഉപ്പ് പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് ഈ ഒരു വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് മേലൊന്നും ആവാത്ത രീതിയിൽ വേണം നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കയ്യിലൊക്കെ ഗ്ലൗസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെറിയ മക്കളെ മുന്നിൽ വെച്ചിട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ അത്രയും കെയർ ചെയ്തിട്ടൊക്കെ വേണ്ട നമ്മൾ സോപ്പൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വരുമ്പോൾ ഈ ഒരു കളറിലാണ് ഉണ്ടാവുക. അത് നല്ലപോലെ ഒരു ചൂടും ഉണ്ടാവും. അപ്പോൾ അത് പൊള്ളാത്ത രീതിയിൽ നമ്മളൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള കുറച്ചധികം വലുപ്പത്തിലുള്ള ഒരു പാത്രം തന്നെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് മുഴുവനായിട്ടും നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ കിറ്റിലുള്ള ആ ഒരു വലിയ പാക്കറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല നൈസ് പൗഡറാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സോപ്പ് കിറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അടങ്ങുന്ന പേപ്പർ ഈ ഒരു കിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ആർക്കും റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു എണ്ണയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സോപ്പ് കിറ്റിൽ പൊതുവേ വരുന്നത് പൗഡർ കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്നും 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ മാറ്റി വെച്ചതിന് ശേഷം അതൊരു ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ആ ഒരു പൗഡറിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ലിക്വിഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കാസ്റ്റിക് സോഡയുടെ ആ ഒരു മിക്സിലേക്ക് ഞാൻ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒഴിച്ച് കൊടുത്ത സമയത്ത് അധികം കളർ തോന്നാത്തത് കൊണ്ട് തന്നെ വീണ്ടും കുറച്ചുകൂടെ കളർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ഇതുപോലെ ലിക്വിഡ് കളർ യൂസ് ചെയ്തിട്ട് സോപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാസ്റ്റിക് സോഡ കംപ്ലീറ്റ് ഒന്ന് ചൂടാറി വന്നതിന് ശേഷം ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത സമയത്തും കളർ അധികം തോന്നാത്തതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കുറച്ചും കൂടെ കളർ ചേർത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും നമുക്ക് ശരിക്കും ആ ഒരു കറക്റ്റ് ഗ്രീൻ കളറൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കളർ കിട്ടാതിരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. സോപ്പ് ബേസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സോപ്പ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് കളർ യൂസ് ചെയ്താലും നല്ല ഒരു കളർ കിട്ടാറുണ്ട്. ഞാൻ പൊതുവേ സോപ്പ് ബേസ് വെച്ചിട്ടാണ് സോപ്പ് റെഡിയാക്കി എടുക്കാറുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്രാഗ്രൻസിനായിട്ട് അതിൽ തന്നെ ആ ഒരു പാക്കറ്റിൽ തന്നെ ഉള്ള ആ ഒരു ഫ്രാഗ്രൻസ് ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു 1 കിലോൻ്റെ കിറ്റ് വെച്ചിട്ട് നമുക്ക് 20-100 ഗ്രാമിൻ്റെ സോപ്പ് റെഡിയാക്കി എടുക്കാമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 4 തരം സോപ്പ് മോൾഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4ത്തിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ബാറ്റർ ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും 100 ഗ്രാമിൻ്റെ സോപ്പ് മോൾഡാണ്. അപ്പോൾ 2 മോൾഡിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്ക്വയറിൽ വരുന്നത് ഒരു 80 ഗ്രാം വരുന്ന സോപ്പ് മോൾഡാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ മോൾഡൊന്നും ഇല്ലാത്തവരെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പേപ്പർ ഗ്ലാസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രേ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സോപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ആ ഒരു സമയത്ത് ആ ഒരു ട്രേയുടെ ഉള്ളിലായിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ സിലിക്കോണിൻ്റെ മോൾഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഓയിലൊന്നും സ്പ്രെഡാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ റീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല തിക്കായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരിക്കും ഒരു ഗ്രീൻ കളർ ഇതിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പൗഡർ കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു കളർ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ബ്രൗൺ കളറിലുള്ള നമ്മളെ PS സോപ്പിൻ്റെ കളറിലൊക്കെ ഉള്ള ആ ഒരു പൗഡറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സോപ്പ് നല്ലപോലെ സെറ്റായിട്ട് വരും.
അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് നമ്മുടെ സോപ്പ് അവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഗ്രീൻ കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളെങ്കിലും ഒരു മോൾഡിലുള്ള സോപ്പ് മുഴുവനായിട്ട് നമുക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളത് വേറൊരു കളറിലുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരേ മിക്സ് വെച്ചിട്ട് നമുക്ക് 2 കളറിലുള്ള സോപ്പാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കിവിടെ 100 ഗ്രാമിൻ്റെ 10 സോപ്പും 80 ഗ്രാം വരുന്നത് ഒരു 12 സോപ്പുമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 സോപ്പിലെയും കളർ ഡിഫറൻസ് നല്ല പോലെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഒന്നൊരു ലൈറ്റ് ബ്രൗണും ഒന്ന് ഒരു ക്രീം കളറായിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സോപ്പ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു രീതിയിൽ നല്ല കട്ടിയായിട്ടുള്ള ആ ഒരു സോപ്പാണ് കേട്ടോ. ഇതുപോലെ സോപ്പിൻ്റെ കിറ്റ് വെച്ചിട്ട് സോപ്പ് റെഡിയാക്കി എടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ സാധാരണ അതിൽ പൗഡർ കളറാണോ അതുപോലെ തന്നെ ഇതേപോലെയുള്ള ലിക്വിഡ് കളറാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാ സോപ്പും ഞാനിവിടെ റീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ മുകൾ ഭാഗത്തും ചെറിയൊരു കളർ ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ചധികം തന്നെ ഒരു വൈറ്റ് കളറായിട്ടാണ് നമ്മുടെ സോപ്പ് ഉള്ളത്. അപ്പോൾ ഞാൻ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫാൻ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുകൾ ഭാഗം കുറച്ച് ഡ്രൈ ആയതാവാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കിറ്റ് വെച്ചിട്ട് ഇതുപോലെ സോപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് എല്ലാ സോപ്പും ഇതേപോലെ തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട്. ഇനി സോപ്പ് റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ നമുക്കിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നു എന്നല്ലാതെ നമ്മുടെ സോപ്പിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ സോപ്പ് കിട്ടിയിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങോട് കൂടെ തന്നെ നല്ല കട്ടിയായിട്ട് നമ്മുടെ ഈ ഒരു സോപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സോപ്പ് ഞാനിവിടെ കവർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് സോപ്പ് ബേസ് വെച്ചിട്ട് എങ്ങനെ സോപ്പ് റെഡിയാക്കി എടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ക്യാരറ്റും മഞ്ഞളും കൂടെ ചേർത്തിട്ടുള്ള ഒരു സോപ്പാണ് കേട്ടോ. ഒന്ന് കറ്റാർവാഴ വെച്ചിട്ടുള്ള സോപ്പുമാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ അത് 1 വീക്ക് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു സോപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി റിസൾട്ട് കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ അത് സോപ്പൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല ഫിനിഷിങ്ങോട് കൂടെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല പതിയുമുണ്ട്. അപ്പോൾ ഈ ഒരു സോപ്പിൻ്റെ മുകൾ ഭാഗം ചെറിയൊരു കളർ ചേഞ്ച് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മളിത് യൂസ് ചെയ്ത് കഴിയുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരേ ഒരു രീതിയിൽ തന്നെയാണുള്ളത്. നല്ല പതിയെ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചന്ദ്രികേൻ്റെ സ്മെല്ലുള്ള ഒരു രീതിയിലുള്ള ഫ്രാഗ്രൻസ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സോപ്പും ആ ഒരു ചന്ദ്രികേൻ്റെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ ക്ലോത്ത് വാഷ് റെഡിയാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ കൂടെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു രീതിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സോപ്പ് ബേസ് വെച്ചിട്ട് സോപ്പ് റെഡിയാക്കി എടുക്കുന്ന സമയത്തും ഇതുപോലെ കിറ്റ് വെച്ചിട്ട് നമ്മൾ സോപ്പ് റെഡിയാക്കി എടുക്കുന്ന സമയത്തും 2 സോപ്പും 2 രീതിയിലാണുള്ളത്. അപ്പോൾ ഗ്ലിസറിൻ സോപ്പ് ബേസൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സോപ്പൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, ബൈ.